Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. ഞാൻ പ്രയർ ചൊല്ലട്ടെ. Okay. പ്രയർ ചൊല്ലട്ടെ മാം. അറിവിൻ പ്രകാശിനെ നീ നയിച്ചാലും അറിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷര പൊരുളെ നീ കാതിലാകണമേ. പുതിയ പ്രഭാതം വിടരുവാനായി പുതിയ പ്രതീക്ഷ തുറന്നിരിയുവാനായി നന്മകൾ നിറയുക സ്നേഹം വിതയ്ക്കും വയലേലകൾ ഞങ്ങൾ തൻ മനതാരിലെന്നും അക്ഷരപ്പൊരുളിൻ പ്രവേഗിണി അക്ഷരപ്പൊരുളിൻ പ്രവേഗിണി അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അറിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിൽ അക്ഷരപ്പൊരുളെ നീ കാവലാകണമേ. Focus today. Thought of the day. മാം ലുദിയ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ഒന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ടേ ഓരോ പ്രോഗ്രാം ഉണ്ട്. അപ്പൊ കുറെ പേരൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. Thought of the day പറയട്ടെ മാം. Silence and smile are two powerful tools. Smile is the way to solve many problems and silence is the way to avoid many problems. മൗനം, പുഞ്ചിരി ഇവ രണ്ടും ശക്തിയേറിയ ആയുധങ്ങളാണ്. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാനുള്ള ശേഷിയാണ് പുഞ്ചിരിക്ക് ഉള്ളതെങ്കിൽ പല പ്രശ്നങ്ങളെയും അവഗണിക്കാനുള്ള കഴിവാണ് മൗനത്തിനുള്ളത്. താങ്ക് യു. Very good. നല്ല thought. Signing. മിസ് സൈനിന്റെ പകരം ഞങ്ങളുടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ചിൽഡ്രൻസ് ഡേ മിസ് പറഞ്ഞിരുന്നല്ലോ. ഓക്കെ. എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. Thank you. Happy Children's Day, everyone. Happy Children's Day. Happy Children's Day. Happy Children's Day, ma'am. Happy Children's Day. Happy Children's Day, Miss, and all. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കാര്യം പറയാം, നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് അല്ലെ. നമുക്കവരുടെ മുഖത്ത് നോക്കിപ്പോ കഴിഞ്ഞാൽ പോലും എന്താണ്, എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമ്മൾ ഹാപ്പിയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്തൊരു സ്നേഹമാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതേ കുഞ്ഞുങ്ങളെ ഇരിക്കുന്നുണ്ടല്ലോ. ഹായ് ഹായ്, ഹാപ്പി ചിൽഡ്രൻസ് ഡേ. Happy Children's Day, Miss. ഇപ്പൊ ഒന്ന് പിണങ്ങി മിസ്, അതിന്റെ പിണക്കത്തിലാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രകാശം കൊണ്ടുവരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരെ നല്ല രീതിയിൽ അല്ലെ, എല്ലാ തരത്തിലും ആരോഗ്യമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവർക്ക് എല്ലാം നല്ല രീതിയിൽ നല്ല ഏറ്റവും മികച്ചത് കൊടുക്കാനാണ് എല്ലാ പാരന്റ്സ് ആഗ്രഹിക്കുന്നത് അല്ലെ, എല്ലാം മികച്ചത്. അപ്പൊ എല്ലാവർക്കും അതുപോലെ കുഞ്ഞുങ്ങളെ നല്ല നേർവഴിക്ക് നടത്താനായിട്ട് സാധിക്കട്ടെ. നല്ലൊരു കുഞ്ഞുങ്ങളായിട്ട് നല്ല ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റികളായിട്ട് അവർ മാറട്ടെ അല്ലെ. അതിന് നമ്മൾ അവസരങ്ങൾ കൊടുക്കുക, ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കുഞ്ഞുങ്ങളുടെ കൂടെ. ഓക്കെ, എല്ലാവർക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ശിശുദിനാശംസകൾ. ഓക്കെ, നിങ്ങളുടെ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്? നമ്മുടെ ഒരു 6 പ്രോഗ്രാംസ് ഉണ്ട് മിസ്സേ. നമുക്ക് ഫസ്റ്റ് ഒരു സ്പീച്ച് ആണ്, താജുനിസയാണ് കേട്ടോ. താജുനിസ സ്പീച്ചിനെ
Good afternoon, everyone. I wish you all a very happy Children's Day. In India, Children's Day is celebrated on November 14th every year. It is a celebration on birthday of Pandit Jawaharlal Nehru. He was the first Prime Minister of India and a great leader. Jawaharlal Nehru had a great love and affection for children, and he was a true friend of children. So the children fondly called his Chacha Nehru. Children's Day reminds us how important children are in our country. So we must invest in their education, health, and well-being. The main purpose behind the Children's Day is to spread awareness about child rights, child care, and child education in the country. India has formulated many laws that protect children from exploitation. Thank you. Happy Children's Day. Okay, very good. Next. നെക്സ്റ്റ് മിസ് ഒരു സിംഗിൾ സോങ് ആണ് ബൈ റോസ്മി. മിന്ന മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല പൊന്നാന്തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല ഒന്നാമത്തെ തോണിയിലേറി കണ്ണാരന്തളി വന്നിറങ്ങുമ്പോൾ തന്നീടാമൊരു പൊന്നോല മിന്ന മിന്നി ഇത്തിരി പൊന്നി മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാന്തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല പുത്തരി പാടം പച്ച വിരിച്ചാൽ പൂവിന് പാവേണ്ടേ ഒത്തിരി ഒത്തിരി മുത്തു കൊരുത്തൊരു തത്തയെ കാണണ്ടേ മാനത്തെ ചെമ്പകം പൂത്തില്ലേ മാമഴക്കാറ് പറന്നില്ലേ വെള്ളരിക്കിണ്ണത്തിൽ എന്തുണ്ട് പൊണ്ണി പശുവിന്റെ പാലുണ്ട് പുസ്തകത്താളിൽ ഒളിച്ച കിനാവിന് പത്തര മാറ്റുണ്ട് മിന്ന മിന്നി ഇത്തിരി പൊന്നെ മിന്നണതെല്ലാം പൊന്നല്ല കണ്ണാന്തുമ്പി കാഞ്ചനത്തുമ്പി കാതിൽ കേട്ടതു പാട്ടല്ല. താങ്ക് യു. താങ്ക് യു താജുനിസ ആൻഡ് താങ്ക് യു റോസ് ചേച്ചി. നെക്സ്റ്റ് നമുക്ക് സ്പീച്ച് ബൈ ഐശ്വര്യ രാഹുൽ. Good afternoon, ma'am, respected teacher, and my dear friends. Wish you a very happy Children's Day. And today, as we celebrate the joy, innocence, and the potential of childhood, I would like to speak on a very meaningful topic: what is child counseling and its importance in the modern lifestyle. In simple words, child counseling is a special type of guidance and support given to children and teenagers to help them understand and manage their emotions, behavior, and relationship. It provides them with a safe space to express what they feel, their worries, fears, and hopes without being judged. A child counselor is like a friendly guide who listens, understands, and helps children find healthy ways to cope with challenges. Now, why is this so important in the today's world? We live in a time where children are growing up in a very fast-paced, competitive, and digital environment. The modern lifestyle, though filled with opportunities, also brings a lot of pressure to perform well in the school, to fit it with peers, to meet expectations, and even to deal with social media influence. Sometimes these pressures can be lead to stress, anxiety, loneliness, or confusion, and children may not always know how to talk about it. This is where child counseling becomes essential. It helps children to understand and express their emotions in a healthy way, build self confidence and resilience, improve communication with the parents, teachers, and friends, learn problem solving and coping skills. Most importantly, it reminds every child that it is okay to seek help and talk about feelings. In the modern lifestyle, where family time is limited and everyone is busy, counselors play a vital role in ensuring that no child feels unheard or unloved. By addressing emotional and mental health early, we help children grow into happy, confident, and emotionally strong adults. As Pandit Jawaharlal Nehru, whose birthday we celebrate today, once said, "The children of today will make the India of tomorrow."
If we truly wish for a brighter tomorrow, we must care of our children's minds and hearts today. So let us encourage open communication, show empathy, and support child counseling, not as a sign of weakness, but as a step towards stronger, healthier, and happier children. Thank you, and once again, happy Children's Day. Thank you, ma'am. Thank you. താങ്ക് യു ചേച്ചി. നെക്സ്റ്റ് നമുക്ക് ഒരു സിംഗിൾ സോങ് ആണ് വിന്ദുജ. കേൾക്കാവോ? We celebrate today, we celebrate today for kids like you in every way. We celebrate today, we celebrate today for kids like you in every way. Chachane special day, Chachane special day, he loves kids in a special way. We celebrate today, we celebrate today for kids like you in every way. You are bright, you are bold, your dreams are bright. You are bright, you are bold, your dreams are bright. More than gold, grow up strong, grow up tall, make India proud in one and all. Grow up strong, grow up tall, make him proud and all. We celebrate today, we celebrate today for kids like you in every way. Thank you, ma'am. Okay, thank you. താങ്ക് യു വിന്ദുജ. നെക്സ്റ്റ് സ്പീച്ച് ബൈ ഹസ്ന. സൗണ്ട് കുറവാണ് കേട്ടോ. Ma'am? Yes, ma'am. പറഞ്ഞോളൂ. Good afternoon, everyone. Respected Adira ma'am and NT 15 batch 2025 batch and my dear friends. Today we gathered here to celebrate Children's Day, a day dedicated especially to us, the children. Every Children's Day is celebrated on November 14th in India to honor the birth anniversary of Pandit Jawaharlal Nehru, our first Prime Minister. He loved children very much and was fondly called Chacha Nehru. Chacha Nehru believed that children are the future of the nation. He said that the way we bring up our children, we decide the future of our country. He always encouraged children to dream big, study hard, and be kind and responsible citizens. On this day, school organized fun programs, games, and cultural activities for us. It is a day to celebrate children full of innocence, joy, and curiosity. As children, we should remember to respect our parents, teachers, study sincerely to help others. Let's grow up to make our country proud and build a bright future for everyone. So let's enjoy this special day with happiness and laughter. Happy Children's Day. Jai Hind. താങ്ക് യു ഹസ്ന. നെക്സ്റ്റ് നമുക്ക് ഒരു സിംഗിൾ ഡാൻസ് ആണ്. സിംഗിൾ ഡാൻസ് ബൈ അനുമോൾ. സോങ് കേൾക്കാമോ ഒന്ന് പറയണേ. ഓക്കെ ആണോ? എങ്ങു പോയൻ ബാല്യമേ, മുൾച്ചെടിക്കുള്ളിൽ മറഞ്ഞു പോയോ. എങ്ങു പോയൻ ബാല്യമേ, മുൾച്ചെടിക്കുള്ളിൽ മറഞ്ഞു
മറഞ്ഞു പോയോ രാവിലിരുട്ടിൽ നീ പോയി മറഞ്ഞോ എന്തിനായി നീ എന്നെ വിട്ടകന്നു എങ്ങു പോയി എൻ ബാല്യമേ കണ്ടനോടൊപ്പം പോയോ കുഞ്ഞികളിൽ പോയൊളിച്ചു നീലപ്പുടവയെടുത്തു നൃത്തം വച്ചു നീലവാനത്തേക്കു പോയി മറഞ്ഞു നീലപ്പുടവയെടുത്തു നൃത്തം വച്ചു നീലവാനത്തേക്കു പോയി മറഞ്ഞു എങ്ങു പോയ ബാല്യമേ എങ്ങു പോയ ബാല്യമേ എന്തിനായി സോറി കോൾ വന്നു. കഴിഞ്ഞോ കഴിഞ്ഞോ താങ്ക് യു മിസ്. മതി. മതിയോ? കംപ്ലീറ്റ് ചെയ്യോ? ചേച്ചി ഫുള്ളാക്കിക്കോളൂ. കംപ്ലീറ്റ് ചെയ്യോ? ബാല്യമേ മുൾച്ചെടിക്കുള്ളിൽ മറഞ്ഞു പോയോ എങ്ങു പോയൻ ബാല്യമേ മുൾച്ചെടിക്കുള്ളിൽ മറഞ്ഞു പോയോ രാവിലിരുട്ടിൽ പോയി മറഞ്ഞോ എന്തിനായി നീ എന്നെ വിട്ടകന്നു എങ്ങു പോയി എൻ ബാല്യമേ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നെക്സ്റ്റ് നമുക്ക് ഒരു സ്പീച്ച് ആണ് കേട്ടോ. ലാസ്റ്റ് പെർഫോമൻസ് ആണ്. സ്പീച്ച് ബൈ വിന്ദുഷ. വിന്ദുജ മ്യൂട്ട് ആണ് കേട്ടോ. Good afternoon, everyone. Today celebrating Children's Day, a special day for all of us. It's on November 14, the birthday for Jawaharlal Nehru, whom we call Children's Day Children's call Chacha Nehru because he loved children very much. On this day, we get to have fun, play games, and eat yummy sweets. It's also a day to remember that we are the future. And our teachers and parents help us learn and grow. Let's be happy and kind to each other today. Happy Children's Day. Once again, Happy Children's Day to all my friends and teachers. Thank you. താങ്ക് യു വിന്ദുജ ആൻഡ് താങ്ക് യു മിസ് ആൻഡ് ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. അതായത് നമ്മൾ പ്രോഗ്രാം ഇത്രയും ഭംഗിയാക്കാൻ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. അത് മിസ് കുറച്ച് പ്രോഗ്രാംസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഞങ്ങൾ എടുത്തുള്ളൂ. കുറച്ചെന്ന് ഉദ്ദേശിച്ചത് കുറച്ച് ടൈം കുറച്ചെടുത്തിട്ട് അത്യാവശ്യം കൂടുതൽ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ഇപ്പൊ എല്ലാരും സ്കൂളുകളിലൊക്കെ പോകുന്നോണ്ട് ആരും ഇല്ലാത്ത പ്രോഗ്രാംസിന്. ഓക്കെ ഓക്കെ, എന്നാലും നന്നായിരുന്നു കേട്ടോ.
ഡാൻസ് ചെയ്യാവോ? എന്താണ്? ഡാൻസ് ചെറിയൊരു ഡാൻസ്. കളിച്ചോളൂ, ബിന്ദുജ കളിക്കണമെങ്കിൽ കളിച്ചോളൂ. ഓക്കെ മാം. എന്റെ പാട്ട് നോക്കട്ടെ ഒരു മിനിറ്റ് മാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇപ്പൊ പാടിയ റോസ്മി അല്ലേ? റോസ്മിയുടെ പാട്ട് നന്നായിരുന്നു. പിന്നെ സ്പീച്ച് രണ്ടും അത്യാവശ്യം നന്നായിട്ട് പറഞ്ഞു. കൗൺസിലിംഗിന്റെ കാര്യം നന്നായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ടോപ്പിക്സ് എടുത്തിട്ട് സംസാരിച്ചത് നന്നായിരിക്കും. ഞാൻ പ്രതീക്ഷിച്ചു ഐശ്വര്യയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, പ്രത്യേകിച്ച് ചിൽഡ്രൻസ് ആയിട്ട് ബന്ധപ്പെട്ട്. പിന്നെ അനുമോള് പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ആണല്ലേ? അനുമോളെ ആണോ? നമുക്ക് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ പ്രോഗ്രാം പറഞ്ഞപ്പോ തൊട്ട്. ഞാൻ ഡാൻസ് കളിക്കണം എന്ന് എല്ലാരെയും കൂട്ടുന്ന ഒരാൾ. അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും അനുമോൾ ഒറ്റയ്ക്ക് കളിക്ക്, എല്ലാവർക്കും. അതെ മിസ്, നല്ല താല്പര്യമുള്ള ആളാണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒരു വേദി കിട്ടുന്നല്ലേ ഇവിടെ സ്മാർട്ട് സ്ട്രീറ്റിലെ കോൺവൊക്കേഷന് കളിക്കാം. ഇല്ല മിസ്, കോൺവെക്കേഷൻ ഞങ്ങൾ എല്ലാരും കളിക്കുന്നുണ്ട്. എല്ലാവരും കളിച്ചോ? അനുമോളുടെ സ്പെഷ്യൽ സിംഗിൾ ഡാൻസ് എല്ലാം ഉണ്ട്, ഗ്രൂപ്പും ഉണ്ട്. റെഡിയാണോ? അനുവദിച്ച് പാട്ട് വെക്കോ ഒന്ന്? ഏതാടാ? അതേത് സിനിമ? ദീം തന ദീം ദീം തന ആ പാട്ടില്ലേ, മറ്റേ സായി പല്ലവിന്റെ ആ പാട്ട്. അത് ഏത് ഫിലിമാണെന്ന് പറയാമോ? അടിച്ചൊരു പേരും. ധീം ധന ധീം ധീം ധന അങ്ങനെ വരും. നോക്കി. പ്രണവാലയ അത്. അതിനകത്ത് തന്നെ കൊറിയോഗ്രാഫി ചെയ്താണോ അല്ലെങ്കിൽ പാട്ട് നോക്കി പഠിച്ചതാണോ അനുമോള്? എന്താ മിസ്സേ? തന്നെ പഠിച്ചതാണോ അത്, അല്ലെങ്കിൽ വീഡിയോ കണ്ട് പഠിച്ചതാണോ? വീഡിയോ കണ്ട് പഠിച്ചാ മിസ്സേ. തന്നെ കൊറിയോഗ്രാഫി ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. മിസ് ഇപ്പൊ സമ്മതിച്ച ഒരു പാട്ട് പാടാന്ന് മോള്. ഒരു പാട്ട് പാടിക്കോട്ടെ? ആ പിന്നെ പാടാം. പാടിക്കാം. താഴത്തൊണ്ടൊരു വെള്ളിത്താൽ നാളത്തിലൊരു പേരുണ്ട്, പേര് ചൊല്ലിയ നിങ്ങൾ ശരിക്കും അമ്പിളിയമ്മാവൻ നോക്കുമ്പോ നിങ്ങളെ നോക്കും, നിങ്ങൾ നടക്കുമ്പോ കൂടെ നടക്കും, നിങ്ങൾ നോക്കുമ്പോ ഞങ്ങളെ നോക്കും, കൂടെ നടക്കും, ഞങ്ങളോടുമ്പോൾ കൂടെ ഓടും, നമ്മൾ ചാടുമ്പോ കൂടെ ചാടും, മാളത്തൊണ്ടൊരു വെള്ളിത്താൽ താളത്തിലൊരു പേരുണ്ട്, പേര് ചൊല്ലിയ നിങ്ങൾ ചിരിക്കും അമ്പിളിയമ്മാവൻ, നല്ലോരമ്പിളിയമ്മാവൻ, അമ്പിളിയമ്മാവൻ. നല്ലൊരു അമ്പിളിയമ്മാവൻ. താങ്ക് യു മിസ്. എന്താ മിസ്? പാട്ട് അവൾക്ക് ലൈറ്റ് മ്യൂസിക് ആയിട്ട് ഇത്തവണ പഠിപ്പിച്ച പാട്ടാണ്. അപ്പൊ അതും പറഞ്ഞാണ് പിണങ്ങിയത്. ഞാൻ പറഞ്ഞു പാടണം എന്ന് പറഞ്ഞു, അപ്പൊ പാടൂല എന്ന് പറഞ്ഞു. നന്നായിട്ട് ഇവിടെ വെറുതെ പാടിക്കൊണ്ട് നടക്കും മിസ് പാട്ട്. അപ്പൊ അങ്ങനെ അപ്പോൾ തന്നെ അവൾക്ക് ക്ലപ്പ് ഇട്ടതോ. പാട്ട് വെക്കാവേ ബിന്ദുജ? നല്ല പാട്ടായിരുന്നു കേട്ടോ. അമ്പിളിമാമനെ കാണാറുണ്ടോ? എവിടെയാ കാണാറ്? എവിടെയാ കാണാറ് അമ്പിളിമാമനെ? പറയേ, മൈക്ക് ഓഫാണ്. തട്ടി തട്ടി താളത്തിൽ തൊള്ളും തത്തമ്മേ, തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ, തട്ടി തട്ടി താളത്തിൽ തൊള്ളും തത്തമ്മേ, തക്കം നോക്കി തഞ്ചത്തിൽ പാറും തത്തമ്മേ, നിന്റെ പേരെന്തേ പറഞ്ഞില്ലല്ലോ, നിന്റെ നാളേത അറിഞ്ഞില്ലല്ലോ, നിന്റെ പേരെന്തേ പറഞ്ഞില്ലല്ലോ, നിന്റെ നാളേത അറിഞ്ഞില്ലല്ലോ, പാറി പാറി പോവാതെ ദൂരെ ദൂരെ മായാതെ പേരെന്ത് നാളെ ചൊല്ലതത്തമ്മേ,
പേരെന്ത് നാളേത് ചൊല്ലിടത്തമ്മേ ഊന്ന വടിയിൽ പാലുതരാ ഉത്തരിച്ചോതായി ഊണുതരാ പട്ടുമുത്ത തന്നിടാ പട്ടുറുമാൽ കെട്ടിട പാട്ടുപാടി ഉറക്കിട പോരൂതത്തമ്മേ പാട്ടുപാടി ഉറക്കിട പോരൂതത്തമ്മേ. താങ്ക് യു മോളെ. താങ്ക് യു മിസ് പറ. താങ്ക് യു. എന്താ മിസ്? റെഡിയാണോ? റെഡി. നോക്കണേ ഇതാണോ? प्रणवालय पाहि परिपालय परमेशी कमलालय श्रीदेवी कुरिपिंचवे करुणांबुरासी धीं तारा जतुन तो प्राण में नाट्यम जतुन ओ नाम शतम पुनः न तुलतो नाम ननी चुआ पेला സൂപ്പർ. താങ്ക് യു. താങ്ക് യു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണോ? മിസ് അവള് പെട്ടെന്ന് അവൾക്ക് തോന്നിയാലേ പാടുള്ളൂ. അപ്പൊ അവള് പെട്ടെന്ന് പാടി തുടങ്ങി. എനിക്ക് പറയാൻ പറ്റിയില്ല മിസ്, സോറി. പെട്ടെന്നായിപ്പോയി പാടിയത് ഓണാക്കിയിട്ട്. വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഈ തട്ടമിട്ട് എത്താത്തമാരെങ്കിലും മിണ്ടാതിരിക്കുന്നേ. എന്താണ് നിങ്ങളുടെ പ്രോഗ്രാംസ് ഒന്നുമില്ലല്ലോ? ഒന്നും ചെയ്യുന്നില്ലേ? ഞാൻ സ്പീച്ച് പറഞ്ഞു ഫസ്റ്റ്. സ്പീച്ച് പറഞ്ഞല്ലേ? ഓക്കെ. സാജിനിസാണിത്. ആ ഫേസ് ഞാനിപ്പോഴാ കാണുന്നത്, ഞാൻ കണ്ടിട്ടില്ല. ക്യാമറ ഓൺ ചെയ്യുന്നില്ല നിങ്ങള്? ഒന്നുമില്ല. സുമയ എന്തെങ്കിലും പറയാൻ വേണ്ടി വില്ലിംഗ് ആയി നിൽക്കണേണോ? ഇല്ല മാം, വയ്യ, സുഖമില്ല, ചുമ. അപ്പൊ നമുക്ക് നമ്മുടെ ആങ്കറെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാം അല്ലെ? ലുദിയ മുങ്ങിയെന്ന് തോന്നണം മിസ്സേ. ഞാൻ പറഞ്ഞിരുന്നു എന്തെങ്കിലും വേണം. അപ്പത്തേക്ക് വന്ന് ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ, അന്ന് അത് തന്നെ പറഞ്ഞേ, ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ പിന്നെ ചെയ്യാന്ന്. ഇന്ന് അത് തന്നെ പറയുന്നത്. അറിയോ, ഇന്നലെ അല്ല മിസ് പറഞ്ഞില്ലേ പ്രോഗ്രാമിന്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ അത് കഴിഞ്ഞ് ഫോൺ നോക്കി ഇവിടെ പറഞ്ഞത് മിസ് പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പ്രോഗ്രാംസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്നാ ശരി നമ്മളിപ്പോ മിക്കതും ചെയ്യാറുണ്ടല്ലോ, ഒരുപാട് പേര് ചെയ്യാറുണ്ടെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളവരുണ്ടായിരുന്നല്ലോ. അങ്ങനെ കുറച്ച് പ്രോഗ്രാം ഇതൊക്കെ സെറ്റ് ആക്കി വെച്ചത്. അതിനിടയ്ക്ക് ഓരോ പ്രോഗ്രാംസ് ഞാൻ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അധികം ടൈം ഉണ്ടായിരുന്നില്ലല്ലോ. നമുക്ക് ക്രിസ്മസിന് എന്തായാലും നമുക്ക് ചെയ്യാം. ക്രിസ്മസിന് ഓക്കെ, ക്രിസ്മസിന്റെ സെലിബ്രേഷൻ ഒരു 23 അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ കേട്ടോ. ഇവിടെ നമ്മുടെ സ്മാർട്ട് സ്റ്റഡി 24th ക്രിസ്മസിന്റെ തലേദിവസമാണ് നമ്മൾ സെലിബ്രേഷൻ വെക്കുന്നത്. അതിന് തൊട്ട് മുന്നായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആരാണോ, ഫ്രൈഡേ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കും കേട്ടോ. ഇൻ കേസ് ഏതെങ്കിലും ടീച്ചർ ലീവ് ആയാൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. മിസ് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ചിൽഡ്രൻസ് ഡേക്ക് ഏത് പ്രോഗ്രാം നമ്മൾ എടുക്കും? കാരണം കുട്ടികളുടെ ആണല്ലോ മെയിൻ. അപ്പൊ സ്പീച്ച് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് മനസ്സിൽ വന്നത്. നെഹ്റു ചെയ്യാൻ പറ്റിയ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങളുടെ റോൾ പ്ലേ ആയിരുന്നു അല്ലെ? ഇന്നത്തേക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു.
ഒരു സ്കിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് ടൈം അത്ര ഇല്ലല്ലോ. ഞങ്ങൾ ആ സമയത്ത് ഇപ്പൊ കുറെ പേര് സ്കൂളുകളിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് അതിന് ടൈം കിട്ടിയില്ല. ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും വിചാരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ബുദ്ധിമുട്ടായി മിസ്സേ. അതുണ്ടായത്. അത് സത്യം പറഞ്ഞല്ലേ, പ്രത്യേകം ഇത്രേ ഉള്ളൂ. നമുക്കിപ്പോ ഒരുപാട് പീരീഡ്സ് കൂടിയേക്കുന്നുണ്ട്, പീരീഡുകൾ കൂടി, ക്ലാസ്സുകൾ കൂടിയുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നതിന്റെ ഇടയിൽ ശരിക്കും ചിൽഡ്രൻസ് ഡേയുടെ കാര്യം വിട്ടു. അല്ലെങ്കിൽ മൺഡേ അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിലെങ്കിലും പറഞ്ഞു പോയാണ്, അത് ഓർത്തില്ല. പെട്ടെന്നാണ് ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴാണ് ഓർത്തത്. അപ്പൊ നിങ്ങൾ എന്തായാലും പറഞ്ഞപ്പോ എന്തെങ്കിലും ചെയ്യുന്ന ഉറപ്പായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കുറെ പ്രോഗ്രാംസ് പ്രതീക്ഷിച്ചു കുറെ പേരുടേന്നൊക്കെ. ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ്. ക്രിസ്മസ് അടിച്ചു പൊളിക്കാം. ഡാൻസ് ഒക്കെ പ്ലാൻ ചെയ്തായിരുന്നു മിസ്സേ, പക്ഷെ ആർക്കും ടൈം ഇല്ലായിരുന്നു. അത് കുഴപ്പമില്ല. അതല്ല, അതിനെ റെപ്രസെന്റ് ചെയ്ത ഒരാൾ രണ്ടുപേരും കളിച്ചത് മതി കേട്ടോ. അത് നല്ല പാട്ടാണ് അനുമോൾ സെലക്ട് ചെയ്തത്. ബാല്യകാലത്തിലേക്ക് നമ്മളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ ഒരു വിഷമം പോകുന്ന ഒരു പാട്ടുമാണല്ലേ. താങ്ക് യു. നിങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് നിങ്ങൾ ചിൽഡ്രൻസ് ഡേ ആഘോഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കാലഘട്ടത്തില്? ഇല്ല, അന്നൊന്നും ചിൽഡ്രൻസ് ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല. ആഘോഷം പറയുന്നത് ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ അല്ലേ. വൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് നമ്മളോട് ക്ലാസ്സിൽ ചെല്ലാൻ പറയും. 2 സൈഡ് മുടിയൊക്കെ കെട്ടി റിബണൊക്കെ ഇട്ടിട്ട്. പിന്നെ ഇതേപോലെ മറ്റേ ഇതുണ്ടായിരുന്നു, റാലി പോലെ ഇങ്ങനെ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് ആ സമയത്ത് നമ്മൾ അംഗനവാടികളില് പായസം ഒക്കെ കൊടുക്കുമായിരുന്നു ആ ഒരു സമയത്ത് അല്ലെ. പിന്നെ ഇപ്പൊ കുട്ടികൾക്ക് പല വെറൈറ്റി ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും നമ്മളുടെ ആ ഒരു കാലഘട്ടത്തില് അത്രക്ക് അത് പോപ്പുലർ ആയിരുന്നില്ല. ആഘോഷം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ സ്കൂളിൽ ഇത് ഫുൾ ഡേ ഒക്കെ ആഘോഷിക്കാനുള്ള ഒരു പ്രോഗ്രാംസ് ആയിട്ടൊക്കെ ഇപ്പൊ കണ്ടക്ട് ചെയ്യും. എന്നും ആഘോഷം തന്നെയാണ്. നല്ലതാണല്ലേ. അപ്പൊ നിങ്ങള് ആരുടെ ജന്മദിനം ഇതിന് പറഞ്ഞിരുന്നോ സ്പീച്ചില്? ജവഹർലാൽ നെഹ്റുവിന്റെ പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നല്ലേ. മലയാളത്തിൽ ആരെങ്കിലും ഒരു നല്ല രീതിയിലൊരു പ്രസംഗം പറയായിരുന്നു. ഞാനും പ്രിപ്പയർഡ് ആയില്ല, സമയമില്ലാത്തതാണ്. ഓക്കെ, അത് അക്സെപ്റ്റ് ചെയ്യുന്നു, സോറി കേട്ടോ. ഓക്കെ, എന്നാലും കുറച്ച് സമയം കൊണ്ടാണ് എല്ലാം ചെയ്ത പ്രോഗ്രാംസ് വളരെ ഭംഗിയായിരുന്നു. ഞാൻ ഇന്ന് പ്രോഗ്രാംസ് ആയിരിക്കും വിചാരിച്ച പോർഷൻസ് ഒന്നും നോക്കിയിരുന്നോ പോകുന്നത്. ഇവിടെ ഫുൾ ഡേ എംടിയില് ഫുൾ പ്രോഗ്രാംസ് ആയിരുന്നു. എല്ലാ എംടി ക്ലാസ്സസിലും ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രോഗ്രാംസ് ആണ്. വിചാരിക്കും മിസ്സിന് പോർഷൻ എടുക്കണമായിരിക്കും, അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ചുരുക്കുക ചെയ്തേ. മിസ്സില്ലല്ലോ. ഞാൻ പാട്ട് പാടട്ടെ. പാട്ടിലത്ര പഠിക്കോളൂ. ബിന്ദുജിയൊക്കെ നന്നായിട്ട് പാടുന്ന, പക്ഷെ നമുക്ക് അത്ര നന്നായിട്ട് പാടാൻ അറിയില്ല കേട്ടോ. ശ്രമിക്കുവാ. പാടാൻ അറിയില്ലെങ്കിലും പാടാൻ പറ്റണം, അത് തന്നെയാണ് കേട്ടോ ഏറ്റവും വലുത്. ഓക്കെ, പഠിക്കോളൂ. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ, കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റിക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. കാലിമെയ്യുന്ന പുല്ലാണിക്കാട്ടിൽ കണ്ണിമാങ്ങ കടിച്ചു നടക്കാം, കാറ്റിൻ പാദസ്വരങ്ങൾ കേൾക്കാം, കുന്നി മഞ്ചാടിക്കുന്നിലേറാം. പിന്നില ചന്ദനക്കിണ്ണം പുന്നമടക്കായിൽ വീണേ, കുഞ്ഞിളം കൈയിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ് അറ്റക്കിളി പോകും നേരം, മഞ്ഞണി തൂവൽ കൊണ്ടൊരുക്കാൻ വാ. താങ്ക് യു മിസ്. തനിക്ക് പാടാറുണ്ടെന്ന് പറഞ്ഞേ. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. വോയിസ്, ചെറിയ ശബ്ദം, നല്ല രസമുണ്ട് കേൾക്കാൻ. എല്ലാം നന്നായിട്ട് പാടി മിസ്, അതേപോലെ പാടി. അതെ അതെ. പിന്നെ ഞാനൊരു പാട്ട് കൂടി പാട്ടമ്മ, എന്നാലേ അത് അതായിട്ട് കുറയ്ക്കണ്ടല്ലോ. മണിക്കൂർ വായിക്കണം. ഓക്കെ, പഠിക്കൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേറൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിലോ ഇങ്ങനെ ചെയ്യുന്നതിലൊന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ ആർക്കും? ഒരു ബുദ്ധിമുട്ടില്ല, സന്തോഷം മാത്രം. ഏതെങ്കിലും പർട്ടിക്കുലർ പേഴ്സൺസിന് പ്രശ്നമുണ്ടോ?
അത് മൈൻഡ് ചെയ്യാറില്ല. പാടിക്കോട്ടെ. ചെയ്തോളൂ. പഠിക്കോ. മണിമുത്തേ കൺമണി മാറത്തൂരി കൊണ്ടടി മാനത്തോളം മഴവില്ലായി വളരണം മണി കാത്തു നിന്നെ കാത്തിലാടി മടിയിലോ ആരും കാണാമേട്ടിലേ തിങ്കൾ നെയ്യം കൂട്ടിലേ ഇണക്കുയിലും പാട്ടിൽ താളം പകരാ പേരുമണി പൂവിലേ തേനൊഴുകും നോവിലേ ഓമ ചേരി നീത്തി മാറത്തതൊക്കെ സ്നേഹത്തടിയോട് നീരിനിൻ തീരത്തിന്നും കാവലായി വാക്കു തോകിനിൻ ചാരത്തിന്നും ഓമലായി എന്നെന്നും കണ്ണേ നിൻ കൂട്ടായി നെഞ്ചിൽ പുഞ്ചിരി തൂകുന്ന പൊന്നോമൽ പൂരങ്ങൾ പൂമുത്താളെ നീ മഴയായി പെയ്തടി ആരും മണിമൊത്തേ കണ്ണടി. താങ്ക് യു മാം. ഓക്കെ, വെരി ഗുഡ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങളുണ്ടായ സമയം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അല്ലെ? നിങ്ങൾക്ക് ഏത് സമയമാണ് കുഞ്ഞിനോട് ഏറ്റവും ഇഷ്ടം തോന്നിയിരിക്കുന്ന ഒരു ടൈമോ, ഏറ്റവും ഇഷ്ടം തോന്നിയിരിക്കുന്ന ഒരു ടൈം? അതായത് കുഞ്ഞുങ്ങളോട് ഒരു നമ്മൾ എന്താ പറയാ അറ്റാച്ച്മെന്റ് ഏറ്റവും കൂടുതൽ തോന്നിയിരിക്കുന്നത് ഏത് രീതിയിലാണ്? ഓരോരുത്തർ വന്നാൽ മതി. ഓ, ആലോചിക്കുകയാണ്. 6 months 1 year വരെ എനിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. ആരെങ്കിലും പറയാം. മിസ്, എന്നെ സംബന്ധിച്ച് സർജറി കുറച്ച് ക്രിട്ടിക്കൽ ആയിരുന്നു ഫസ്റ്റത്തെ. അപ്പൊ എനിക്ക് ആ നേഴ്സ് തരുന്നുണ്ടായിരുന്നില്ല കയ്യില്. അപ്പൊ എനിക്ക് ഇതേപോലെ തന്നെ ഇങ്ങനെ ഫീഡിങ്ങിന് പോകുമ്പോ എന്താണ് ആ ടൈമില് നമുക്ക് കുറച്ചു നേരം തരും. അവർ കരഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവരെടുക്കും. അപ്പൊ ആ ടൈമിലൊക്കെ കൊച്ചിനെ കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമമായിരുന്നു. അപ്പൊ കിട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ അവരോടും കൂടി കൂടുതൽ കൊച്ചിനെ ഇതേപോലെ കയ്യിൽ പിടിക്കും, ഇങ്ങനെ കവളിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കും, ഉമ്മ കൊടുക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുള്ളൂ കൊച്ചിനെ തിരിച്ച് അവർക്ക് കൊണ്ടുപോകും. അപ്പൊ ആ ടൈം തൊട്ട് പിന്നെ എപ്പോഴും കുഞ്ഞുണ്ട് മിസ്. പിന്നെ പ്രഗ്നൻസി ആ ടൈമിൽ മാത്രമല്ല മിസ്, പ്രഗ്നൻസി ടൈമിലും കൊച്ചു കളിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും. കൈ ഇങ്ങനെ അവര് അവിടെ നിന്ന് ചവിട്ടുമ്പോഴും ഇതേപോലെ ഏറ്റവും പ്രിയപ്പെട്ട മൊമെന്റ് നിങ്ങളുടെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു കുഞ്ഞായിരിക്കുമ്പോഴായിരിക്കും അല്ലെ? കുഞ്ഞായിരിക്കുമ്പോഴാണ്. നമുക്ക് അത്രയും പറ്റില്ല. ചെറുകൾ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ പറയുന്ന പോലെ ഒന്നല്ല. എനിക്ക് തോന്നുന്നു 3 വയസ്സ് വരെയൊക്കെ നല്ലൊരു ടൈമാണ് അല്ലെ? അവരുടെ കളിയും ചിരിയൊക്കെ തന്നെ ഭയങ്കര ഒരു പ്രത്യേകത. ഇപ്പൊ ലുതിയൊക്കെ അറിയാൻ പറ്റും. ലുതിയുടെ കുഞ്ഞിന് 2 വയസ്സല്ലേ? ശരിക്കും കുഞ്ഞുങ്ങൾ ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാല് നമ്മുടെ 90 ദിവസമൊപ്പം എന്ന് പറയുന്നത് 3 മാസം. 90ാമത്തെ ദിവസങ്ങളുടെ അടുത്തെത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കളി ചിരികളൊക്കെ തുടങ്ങുന്നത്. അപ്പൊ ഭയങ്കര നല്ല സമയമാണ് ആ ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ മുഖത്ത് ചിരിച്ചുകൊണ്ടിരിക്കാം. ഏറ്റവും കൂടുതൽ കൗതുകം തോന്നുന്ന ഒരു സമയമാണ്. ഇപ്പോഴത്തെ അവസ്ഥയാണ് മിസ് ഞാൻ കാണിച്ചു തരുന്നത്. സ്വർണ്ണമാലയൊക്കെ എടുത്തിട്ടാണ് കളി മിസ്. കുറുമ്പ് മാത്രമേ ഉള്ളൂ.
നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നുക അവര് നടന്നു തുടങ്ങുന്ന പ്രായത്തില് നമ്മുടെ പിന്നാലെ അവര് വരില്ലേ, നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ നമ്മുടെ പിന്നാലെ മാത്രം അവര് വരിക. അതുപോലെ നമ്മൾ അമ്മ എന്ന് വിളിച്ചിട്ട് നമ്മുടെ പിന്നാലെ വരിക. ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴാണെങ്കിലും മകളുടെ ഭാഷയിൽ അവർ സംസാരിച്ച് നമ്മുടെ അടുത്ത് വരിക, അല്ലെങ്കിൽ അത് തരാൻ പറയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രായം നല്ല പ്രായമാണ്. ഇപ്പോഴാണെങ്കിലും അവൻ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ വികൃതി അതിന് ഇരട്ടി ഉണ്ടെങ്കിലും പക്ഷെ നമുക്കൊരു എൻജോയ്മെന്റ് ആണ്. നമ്മളെ ഇങ്ങനെ വിളിച്ചു വരുന്നത്, നമ്മൾ അന്വേഷിക്കുന്ന എപ്പോഴും ഒരു അന്വേഷിക്കുകയാണ്. നമ്മളെ എവിടെയും നമ്മളെ കണ്ടില്ലെങ്കിൽ എല്ലായിടത്തും നമ്മളെ തിരയുക. എവിടേക്ക് പോയാലും ഞാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പോവുക, അങ്ങനെയൊക്കെ ചിന്ത വരില്ലേ? അതൊക്കെ നമുക്കൊരു എൻജോയ്മെന്റ് ഉള്ള സമയമാണ്, ഇഷ്ടമുള്ള സമയമാണ്. അതെ, കുഞ്ഞി പ്രായമാണ് ഏറ്റവും നല്ല പ്രായമായിട്ടാണ് തോന്നുന്നത് അല്ലെ? ഓക്കെ, എന്തോ മാം എനിക്ക് ഏറ്റവും എൻജോയബിൾ ആയി തോന്നുന്ന സമയം കുറച്ച് വിഷമമുള്ളതായിട്ട് തന്നെയാണ്. എന്റെ ഡിവോഴ്സ് ഇതിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ പോവുകയാണെന്ന് എന്റെ മോൾക്ക് മനസ്സിലായപ്പോ എന്നെ കൊണ്ടുപോയിട്ട് റൂമിലിട്ട് പൂട്ടിയിട്ട് അങ്ങോട്ട് പോവണ്ട, ഓരോ സാധനങ്ങൾ എടുത്തു തന്നിട്ട് അവിടെ തന്നെ ഇരുത്താൻ ശ്രമിച്ചു. ആ മൂമെന്റ് എനിക്ക് ഏറ്റവും എൻജോയബിൾ ആണ്. എന്നെ വേണം എന്നുള്ളൊരു നീഡ് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ ചെയ്തത്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. എത്ര വയസ്സായി? ഇപ്പൊ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 9ാം ക്ലാസ്സില്? ഇത് കുറെ കൊല്ലം മുമ്പത്തെ കാര്യമാണ്. മോള് മനസ്സിലായി നമുക്ക്. മോളാണ്. ഹസ്ബൻഡിന്റെ കൂടെയെല്ലാം കുഞ്ഞ്? അതെ, എന്റെ കൂടെ തന്നെയാ. ഞങ്ങള് പിന്നീട് കൊണ്ടുവന്നു കോടതി വഴി. ഇപ്പൊ സ്കൂളിൽ പോയിക്കോ? ശരി, സ്കൂളിൽ പോയിക്കണല്ലേ? ശരി. പിന്നെ ഷെയർ ചെയ്ത് നന്നായി. ഇന്നത്തെ ദിവസം തന്നെ ഷെയർ ചെയ്യാൻ പറ്റിയ കാര്യമാണ് അത്. അതായത് കുട്ടി അമ്മേനെ ആവശ്യപ്പെടുന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അല്ലെ? ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണെങ്കിലും അമ്മയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് അത് അച്ഛന് പോലും നികത്താൻ പറ്റാത്തതാണ് അല്ലേ? ഈ ശിശുദിനത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാര് തന്നെയാണ് അല്ലെ? ഓക്കെ, അവരെ ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തന്നെയാണ്. അച്ഛന്മാർക്ക് ഇല്ലാന്ന് പറയുന്നില്ല, പക്ഷെ എങ്കിലും ഒരു പടി മുന്നിൽ നിൽക്കുന്ന നമ്മൾ തന്നെയായിട്ട് നമുക്ക് പറയാം അല്ലെ? ആണോ രമ്യ? മോന് ക്ലാസ് ഉണ്ടോ മിസ്? ഇന്ന് അവിടെ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടോ മോന്? മിസ്സിന്റെ മോന് ഇന്ന് പരിപാടി ഉണ്ടോ? എക്സിബിഷൻ പ്രോഗ്രാംസ് ഒക്കെയാണ്. ഉണ്ട്. ഓക്കെ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് പറയുന്നതാണ്. ഒരു മിനിറ്റ്, രമ്യ എന്താ പറഞ്ഞേ? മിസ് എന്താ നോക്കിയിരിക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ ഇതിനെ കുറിച്ച് പറയാണ്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അതായത് മിസ് പറഞ്ഞപ്പോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ദിവസമാണെങ്കിലും നമ്മളിപ്പോ കുട്ടികളെ കുറിച്ച് ചിന്തിക്കണമെന്ന് പറഞ്ഞില്ലേ? മിസ് പറഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ 6 മന്ത്സിനുള്ളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അവരുടെ കൂടെ ഫുൾ ടൈം ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മള് കുട്ടികളെ വല്ലാണ്ട് സ്നേഹിക്കുകയും അവരെ വിട്ടുപിരിയാൻ നമുക്കേ തോന്നില്ല, അത്രയും ക്ലോസ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ തിരിച്ചറിയുന്ന വേറൊരു കാര്യം കൊണ്ടുണ്ട് മിസ്, നമ്മുടെ അമ്മമാരെ കുറിച്ചാണ്. അവര് ഗോ ത്രൂ ചെയ്ത വഴികൾ, അതായത് നമ്മൾ അപ്പോഴാണ് കുറച്ചും കൂടി ശരിക്കും നമ്മൾ അമ്മമാരായിട്ട് ക്ലോസ് ആണെങ്കിലും പലപ്പോഴും ചെറിയ ചെറിയ വിഷയത്തിൽ ഫൈറ്റ് ചെയ്യും. അവരുടെ അഭിപ്രായത്തിനോട് വ്യത്യാസമായിരിക്കും, നമുക്ക് യോജിച്ചു പോകാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും പക്ഷെ ഈ ഒരു സമയത്താണ് നമുക്കത് ഫീൽ ചെയ്യണേ. ഓക്കെ, ഇത്രയും എഫേർട്ട്, ഇത്രയും വിഷമം ഇതിലൂടെയൊക്കെയല്ലേ നമ്മുടെ അമ്മമാർ കടന്നു പോയിട്ടുണ്ടാവുക. എന്നിട്ടും നമ്മൾ ചീത്ത പറഞ്ഞാൽ പോലും അവർ ആ രീതിയിൽ അങ്ങനെ എടുക്കില്ല, തിരിച്ച് അവർ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഈ കുട്ടികളായിട്ട് നമ്മളിങ്ങനെ ഡെലിവറി കഴിഞ്ഞ ആ പെയിനിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും നമ്മളെ അമ്മമാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടാവുള്ളൂ. അത് പറഞ്ഞപ്പോഴാണ് മിസ് എനിക്കൊരു കാര്യമാണ്. എന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ പറയുന്നത് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് വിളിച്ചതല്ല, പക്ഷെ വെറുതെ വിളിച്ചാണ്. പക്ഷെ ഉമ്മ ഇന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് 2 ഡയറി മിൽക്ക് വാങ്ങിയിട്ടുണ്ട്, മോളെന്നാ വരാന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് വിളിച്ചത്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷായി. ഞാൻ ഇത്രയും ഇതായിട്ടും ഉമ്മാക്ക് ഞാൻ എപ്പോഴും ഒരു കുട്ടിയുടെ പോലെ തന്നെ. എന്റെ മക്കള് പോയത് അവർക്കൊരു ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങോട്ട് പറഞ്ഞിട്ടാ പോയത്. ഞങ്ങൾ വരുമ്പോ ഇവിടെ ഗിഫ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് പറയുന്നതാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കൾ മൂത്തത് ഒരു മോനാണ്. അത് എന്റെ ഹസ്ബൻഡില് ആദ്യം ഉണ്ടായിരുന്ന മോനാണ്, ആദ്യത്തെ. പക്ഷെ അവനക്ക് അറിയില്ല ഞാനല്ല ഉമ്മി എന്നുള്ളത്, അവനക്ക് അറിയില്ല ഇതുവരെ. ഇപ്പൊ മോന് 11 വയസ്സായി. പക്ഷെ അവന് 6 മാസമുള്ളപ്പോ പോയതാണ് അവന്റെ ഉമ്മ. അത് മുതല് ഞാൻ എന്റെ അടുത്താണ് അവനുണ്ടായിരുന്നത്. അപ്പൊ പക്ഷെ ഇന്ന് വരെ ഞാനല്ല എന്നുള്ളത് അവനക്ക് അറിയില്ല ഉമ്മി.
പക്ഷെ അവൻ എന്നെ ഉമ്മീന്ന് അവനാണ് ആദ്യം എന്നെ വിളിച്ചത്. ആ മോനാണ് എന്നെ ഉമ്മീന്ന് വിളിച്ചത്. ഇന്നും എന്നെ എപ്പോ പോകുമ്പോഴും എനിക്ക് ഉമ്മ തന്നിട്ട് അവൻ പുറത്തു പോകുള്ളൂ. പിന്നെ മോളെ കാരണം എനിക്ക് അധികം കെയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. മോനക്ക് ഇത്തിരി ഓട്ടിസത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്റെ മോള് ഒരിക്കലും എന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല. ഞാൻ പ്രസവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. മോളെ നോക്കിയതൊക്കെ എന്റെ ഉമ്മാണ്. പാല് പോലും എന്റെ മോള് കുടിച്ചിട്ടില്ല. കാരണം മോനെ നോക്കണ്ട കാരണം. അപ്പൊ അത് തന്നെ മോളുടെ കുട്ടിക്കാലൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും ആ മോനക്ക് എന്നോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. പക്ഷെ എനിക്ക് നമുക്ക് എന്നോട് പറയാനുള്ളതേ, അശ്വിപ്പ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞില്ലേ, അശ്വിത നന്നായിട്ട് നോക്കണം. ഇതുവരെ കുഞ്ഞിനെ ഒന്നും തോന്നാത്തത്തോളം കാലം അശ്വിത ഏറ്റവും കൂടുതൽ കെയർ ചെയ്ത് നോക്കണം ആ കുട്ടികളെ. കാരണം ഈ സിറ്റുവേഷൻ ഞാനും ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണ്. കാരണം എന്റെ കുഞ്ഞിലെ എനിക്ക് 1 വയസ്സുള്ളപ്പോ എന്റെ അമ്മ ഇഷ്ടപ്പെട്ടതാണ്. 1 വയസ്സിൽ അന്ന് മുതൽ എനിക്ക് അമ്മ എന്താന്ന് പോലും അറിയാൻ പാടില്ല. അതൊക്കെ എന്റെ ചേച്ചിമാരായിരുന്നു. 2 ചേച്ചിമാരുണ്ട്. ഞങ്ങളൊരു 15 വയസ്സ് ഗ്യാപ്പ് ഉണ്ട്. ചേച്ചിമാരുണ്ട്. ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായതാണ്. ചേച്ചിമാരൊന്ന് 2 വയസ്സ് വ്യത്യാസമുള്ള 2പേരും ടീച്ചേഴ്സ് തന്നെയാണ് കേട്ടോ. ഓക്കെ, 2പേരും ഗവൺമെന്റ് സ്കൂൾ ടീച്ചറാണ്. അപ്പോ അവര് ശരിക്കും അതേപോലെ നോക്കിയിരുന്നെങ്കിലും പിന്നീട് ഒരു സമയം എത്തിയപ്പോ അവര് കല്യാണം കഴിക്കുന്ന സമയം വന്നപ്പോ അവര് കല്യാണം കഴിച്ചിട്ടു. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി. ഓക്കെ, അത് കഴിഞ്ഞപ്പോ അച്ഛൻ നേരെ 2ാമത്തെ കല്യാണം കഴിച്ചു. അത് വന്ന അമ്മ എന്ന് പറയുന്നത് ഒരിക്കലും അമ്മ 2ാമമ്മ എന്ന് പറയുന്നത് അമ്മയാകില്ല എന്നത് പറയല്ലേ. അത് സത്യമാണെന്നുള്ളത് എന്റെ ലൈഫ് കൊണ്ട് എനിക്ക് മനസ്സിലായതായിരുന്നു. കാരണം ഞാൻ അനുഭവിക്കാവുന്നതിനും മാക്സിമം അനുഭവിച്ചിട്ടുണ്ടായിരുന്ന കാര്യം. കുറേ വർഷത്തോളം, ഒരു +2 വരെ കാലഘട്ടത്തോളം മാക്സിമം ഉപദ്രവങ്ങളാണെങ്കിലും എല്ലാ കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിനപ്പുറം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അശ്വിതയോട് പറഞ്ഞത് ഒരിക്കലും നമ്മൾ അങ്ങനെ കാണിക്കരുത്. കാരണം ആ കുഞ്ഞിനൊരു അമ്മ ഇല്ല എന്നുള്ളത്, ആ അമ്മയുടെ സ്നേഹം കൊടുക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മോനക്ക് ഇതുവരെയും അറിയില്ല. അവനക്ക് എനിക്കായാലും എന്റെ മോൾ എന്റെ അടുത്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ എന്റെ മോൻ എന്റെ അടുത്തില്ലാണ്ടിരുന്നാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. അവൻ എവിടെ പോയാലും കുറച്ച് ടൈം കഴിഞ്ഞ് എനിക്ക് അശ്വിതയുടെ മനസ്സിൽ കുഞ്ഞിനോട് ഒരു വിഷയമോ ഒരു ദേഷ്യമോ ഒന്നും ഇന്നുവരെ ഉണ്ടായിട്ടില്ല മിസ്സേ. ഇന്നുവരെ എനിക്ക് അങ്ങനെ തോന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ മോൻ തന്നെ അത്രയും പ്രിയപ്പെട്ടതാണ്. അവനക്ക് ഞാനും അതെ, അവനക്ക് ഉമ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാലാണ്. ഞാനിപ്പോ ആ കുഞ്ഞിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മോനെന്ന് വെച്ചാല് ഒട്ടും ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഡിസബിലിറ്റി, ഭയങ്കര അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ LKG-ലൊക്കെ ഞാൻ എന്നിട്ടും CBSE തന്നെ ചേർത്തിയത് എന്താണെന്ന് വെച്ചാല് അവന് മറ്റുള്ള സ്കൂളിൽ വിട്ടാൽ ചിലപ്പോ മോനക്ക് അത്രക്ക് അത് ഇതായി വരില്ല. എല്ലാരും പറഞ്ഞത് മറ്റേ സ്കൂളില്ലേ സാധാ കുട്ടികൾ പഠിക്കുന്നതല്ല, ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പഠിക്കുന്നിടത്താകും. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. എന്റെ മോൻ മാറും എന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ അവനിപ്പോ അൽഹംദുലില്ലാ അവൻ LKG-യിൽ ABCD ആകെ പഠിക്കാൻ തുടങ്ങിയത് 2ാം ക്ലാസ് മുതൽ ABCD പഠിച്ചിട്ടുള്ളൂ. പക്ഷെ എന്നാലും അവര് ക്ലാസ് ഇങ്ങനെ മാറ്റിയിട്ട്, കാരണം ഉണ്ണിനെ അങ്ങനെ കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ അവൻ ജയിച്ചു വിടുക. കാരണം മോനക്ക് മെന്റലിന് ബുദ്ധിമുട്ടാവേണ്ട ഫ്രണ്ട്സുകളില്ലെങ്കിലും. പക്ഷെ 2ാം ക്ലാസ് മുതൽ ഞാൻ ഇരുത്തി പഠിപ്പിച്ചു. ഇപ്പൊ അവന് നല്ല മാർക്ക്, ഇപ്പൊ 6ാം ക്ലാസ്സിലായി. പക്ഷെ ഇപ്പൊ എക്സാം കഴിഞ്ഞിട്ട് M1-ന്റെ അൽഹംദുലില്ലാ എല്ലാത്തിലും പാസ്സായി. പാസ്സാവാന്ന് വെച്ചാൽ 80-ൽ 67, 54 ഒക്കെ മാർക്ക് ഉണ്ട്. അപ്പൊ എന്റെ മോൻ പഠിച്ചതും കൂടെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ അവന്റെ ടീച്ചേഴ്സും പറയും മോൻ ഇത്രയും മാറാൻ കാരണം ഞാൻ എപ്പോ പേരൻസ് മീറ്റിംഗിന് പോയാലും എനിക്ക് ഭയങ്കര അപ്രീസിയേഷൻ. കാരണം മോൻ ഒരു ചെറുതിൽ കണ്ടിട്ട് ഇപ്പൊ കാണുമ്പോ നല്ല വ്യത്യാസമാണ്. അപ്പൊ അശ്വിത മാക്സിമം ആ കുട്ടിക്കുള്ള ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ തനിക്ക് എപ്പോഴാണെങ്കിലും കിട്ടും. അത് പ്രതീക്ഷിച്ച് ചെയ്യണ്ട, എക്സ്പെക്ട് ചെയ്യരുത്. എന്തെങ്കിലും പിന്നെ വെച്ചാല് അവന്റെ വാപ്പാക്കും അതെ. അപ്പൊ അവന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ നന്നായി കെയർ ചെയ്യുന്നോണ്ടാണ് അവൻ, അല്ല എന്നെയും അതുപോലെയാണ് അവരോ അപ്പൊ അത്രയും സ്നേഹിക്കണം. വെച്ചാൽ മോനെ കെയർ ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും നമുക്കും ഈ വീട്ടിൽ അത്രയും ഒരു സ്ഥാനം ഉള്ളത്. കാരണം ആ കുട്ടീന്ന് വെച്ചാൽ അങ്ങനെയാണ് ഇവിടെ. അപ്പൊ നമ്മളുടെ ഈ ശിശുദിനത്തിൽ അങ്ങനെയുള്ള കുറെ കുഞ്ഞുങ്ങളുണ്ട് അല്ലെ. അച്ഛനമ്മമാർ ഉദ്ദേശിച്ചവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, ഞാൻ എപ്പോഴും ചിന്തിക്കും എന്റെ മോൾക്ക് നമ്മ എത്ര സ്നേഹം കൊടുത്താലും നമുക്ക് തോന്നും പോരാന്ന് തോന്നും. അവന്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ അവനെ സ്നേഹിക്കാൻ നമുക്ക് എപ്പോഴും നമുക്ക് ഞാൻ തോന്നിക്കൊണ്ടിരിക്കും. അതിനെ കണ്ണു തട്ടിക്കുമ്പോ പറയേണ്ടത് അങ്ങനെ പോയിക്കോട്ടെ. ഓക്കെ, എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ അശ്വിത. അങ്ങനെ ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല എല്ലാവരെയും നോക്കാനായിട്ട്. അപ്പൊ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. എപ്പോഴും അതേപോലെ തന്നെ കാത്തു സൂക്ഷിക്കുക. അപ്പൊ വേറെ കാര്യം പറയട്ടെ, ഇതേപോലെ ഈ ശിശുദിനത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. അതായത് ഒരുപാട് രാജ്യങ്ങളിലെ കുഞ്ഞുങ്ങള് ഭക്ഷണം പോലും അതായത് ഒതുക്കാനോ മാന്യമായിട്ടൊരു ജീവിതം ഇല്ലാതെ, അല്ലെ, നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഇല്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്.
നമ്മൾ എന്തോരം വീഡിയോസിലൊക്കെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും തെരുവോരങ്ങളിൽ ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മളെ കൊണ്ടൊക്കെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ആ ഒരു കുഞ്ഞുങ്ങളുടെ അവരുടെ വിശപ്പ് അകറ്റാൻ, മൂന്ന് നേരത്തെ വിശപ്പ് അകറ്റാൻ പോലും നമുക്ക് പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അല്ലെ. അതായത് നമ്മളുടെ എല്ലാ മിക്കവരുടെ ലൈഫ് പറ്റുന്നവർ ചെയ്യുന്നുണ്ട് അല്ലെ, പറ്റുന്നവർ ചെയ്യണം. എങ്കിലും നമ്മൾ ഈ അവസരത്തിൽ ഇന്നത്തെ ദിവസം ആ കുഞ്ഞുങ്ങൾക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എവിടെന്നെങ്കിലും കാര്യങ്ങളൊക്കെ സഹായിക്കും, ഭക്ഷണമോ അല്ലെങ്കിൽ വസ്ത്രമൊക്കെ കിട്ടണം. അത്യാവശ്യം ഭക്ഷണവും വസ്ത്രം അല്ലെ, ബാക്കിയുള്ളത് പിന്നീട് അവരെ കണ്ടെത്തിക്കോളും. അത്യാവശ്യം അത് ആരോഗ്യം നിലനിർത്താനുള്ളത് എന്തായാലും നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടില്ല, അവരുടെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങളും അമ്മമാരും അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ അങ്ങനെ ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്കൊക്കെ കിട്ടിയ ജീവിതം ഏറ്റവും നല്ലതായിട്ട് നമുക്ക് കൊണ്ടുപോകും അല്ലെ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരാണ്. എന്നിട്ട് നമ്മൾ അതിൽ ഇതില്ല എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിഷമിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കും. ഇതേപോലെ ഭക്ഷണം കിട്ടാതെ കുഞ്ഞുങ്ങളെ എന്തെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കുക, മനസ്സിലാക്കട്ടെ അല്ലെ. പലരും ഭക്ഷണമൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നില്ല, കൊടുക്കുന്ന സമയത്ത് ഇഷ്ടമല്ലാത്ത വീട്ടിൽ കളയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ വിഷമിച്ച് എല്ലാവരും മനസ്സിലാക്കണമല്ലോ ഇല്ല എന്നുള്ളത്. അപ്പൊ എപ്പോഴും കെയറിങ്ങും സ്നേഹവും മാത്രമല്ല, പല കാര്യങ്ങളും ഇതേപോലെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. പിന്നെ നല്ലതും ചീത്തയും അവര് നമുക്ക് പറഞ്ഞു കൊടുക്കാം, പിന്നെ അവര് തന്നെ കണ്ടുപിടിക്കട്ടെ കുറെ കാര്യങ്ങൾ അല്ലെ. അവരുടെ ലൈഫ് അവരല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ എത്ര നാളുണ്ട് അവരുടെ ജീവിതത്തിൽ? കുറച്ച് നാളുള്ളൂ നമ്മുടെ പീരീഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും നമ്മുടെ അമ്മമാരുടെ അച്ഛന്മാരുടെ കൂടെയാണോ? നമ്മളിപ്പോ സെപ്പറേറ്റഡ് ആയി അല്ലെ. ആ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും നമ്മളൊരു ഇൻഡിവിജ്വൽസ് ആക്കി മാറ്റിയാലും അവര് തന്നെയാണ് അല്ലെ. അപ്പൊ അവരൊരിക്കലും നമുക്ക് മറക്കാനും പറ്റില്ല. മഴ പെയ്യുന്നുണ്ടോ? സോറി, നിങ്ങൾ വേറെ സ്ഥലത്താണ്. സോറി, മഴ പെയ്യുന്ന സ്ഥലത്തുണ്ട് പുറത്ത്. മഴയില്ലെന്ന് തോന്നുന്നു മിസ്, വെയിലാണ്. ഇപ്പൊ ചൂടല്ലേ അല്ലെ, ചൂട് ഉണ്ടായിരുന്നു. കാലാവസ്ഥ മനസ്സിലാവുന്നില്ല, പെട്ടെന്നാണ് ഇപ്പൊ മഴ പെയ്യുന്നത്. നോർത്ത് പറവൂര് നമുക്ക് കാണാനോ പ്രാക്ടിക്കൽസിന് വരുമ്പോ കാണാനോ. ഞാൻ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? പ്രാക്ടിക്കൽ ക്ലാസ് ഇട്ടാലേ കാണാൻ പറ്റുള്ളൂ. ഞങ്ങള് പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മിസ്സുമാരെ വീട്ടില് വരണം എന്നൊക്കെ, എല്ലാരും ഒരുമിച്ച്. അത് ഞാൻ മിസ്സിന്റെ വീട് എവിടെയെന്ന് പറഞ്ഞില്ല. ജയശ്രീയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു, നിങ്ങൾ അറിഞ്ഞോ? കണ്ടുപിടിച്ചോ? ഒന്നോളോ വരുന്നത് ജയശ്രീ പോലും അറിയാതെ ജയശ്രീയുടെ വീട്. അതെങ്ങനെ അല്ലേ? കണ്ടുപിടിച്ചോ മിസ്? പിന്നെ ആർക്കറിയായിരുന്നു? മിസ്സൊക്കെ ആർക്കെങ്കിലും അറിയായിരുന്നോ? ജയശ്രീ ശരിക്കും വിട്ടു. ഞാനവിടെ പുറത്ത് എന്ത് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞൂടെ? തുണി വിരിക്കായിരിക്കും, അല്ലെങ്കിൽ ഇനി മോളോട് പിണങ്ങിയിരിക്കുമായിരിക്കും. നല്ല കാലത്തിൽ എവിടെയോ കണ്ടു പരിചയമുള്ളൊരു ഫേസും ഭാവവും ഒക്കെ അങ്ങനെ കണ്ടുപിടിച്ചതാണ്. പണിയിലായിരിക്കും മിസ്. കഷ്ടപ്പാട് പാവം. 2-3 കുട്ടികളെ അമ്മമാരെല്ലാരെയും നോക്കുകയാണ് പാവം. തോർത്തും മുണ്ടിലൊക്കെ ആയിരിക്കും കണ്ടതല്ലേ? തോർത്തല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത. പിന്നെ നിങ്ങൾ ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയിട്ട് കുട്ടികൾക്ക് എന്താണ് നിങ്ങൾ കൊടുത്തത്? പറഞ്ഞില്ലല്ലോ. ആലോചിക്കുകയും ഒന്നും കൊടുത്തിട്ടില്ല അല്ലെ. ഉപ്മാവാണ് മിസ് രാവിലെ കൊടുത്തു. അതല്ല, സ്പെഷ്യലാണോ മിസ് ഉദ്ദേശിച്ചത്? ഞാൻ ക്ലാസ്സിൽ കയറിയതുകൊണ്ട് ഹസ്ബൻഡ് എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്. അർച്ചന ഡ്രസ് വാങ്ങിച്ചു. പിന്നെ ഇന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവർ സ്വീകരിക്കും. പിന്നെ എന്താണെങ്കിൽ പോലും ഇന്ന് സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ഒരു നല്ല പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ് പായസം ഉണ്ടാക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട് മിസ്, ഉണ്ടാക്കിയിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. ഇന്ന് മോൾക്ക് പ്രോഗ്രാമും ഉണ്ട് സ്കൂളില്. അപ്പൊ സ്റ്റേജ് പ്രാക്ടീസ് ആണ് KG ഫസ്റ്റിന്റെ ഭാഗമായിട്ട്. നാളെയാണ് യഥാർത്ഥ ഡാൻസ്. അപ്പൊ അങ്ങനെ അതില് റെഡി ആയിട്ട് നിക്കുവാണ് ഇപ്പൊ കണ്ടത്. അല്ല, അപ്പൊ ഇന്ന് വൈകിട്ടാണോ പ്രോഗ്രാം? ഇന്ന് വൈകിട്ട് സ്റ്റേജില് അവരെ ജസ്റ്റ് ഒന്ന് റിഹേഴ്സൽ മിസ്. പിന്നെ നാളെ ഒരു 5 മണിയോട് പ്രോഗ്രാം. അതെല്ലാ കുട്ടികളുടെ ഉണ്ടാവും. KG ഫസ്റ്റ് പോലെ LKG ചിൽഡ്രൻ സ്പെഷ്യൽ ആയിട്ടാണ്. ചിൽഡ്രൻ KG ഫസ്റ്റ് പോലെ നടത്തുന്നത്. ഇൻഫന്റ് ജീസസ് സ്കൂളില് മിസ്. എനിക്കറിയാം, ഏറ്റവും നല്ല ടോപ്പ് സ്കൂളാണ് അത്. അത്യാവശ്യം നല്ല ഡിസിപ്ലിനും നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന സ്കൂളാണ്.
നല്ല സ്കൂളാണ് മിസ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നു മിസ്, ഡാൻസ് മിസ് ആയിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ അന്വേഷിച്ചില്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യം സിസ്റ്ററിനോട് പറഞ്ഞു എല്ലാ ക്ലാസ്സിലും നടത്താന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ പിന്നെ അതിന്ന് പയ്യെ മുങ്ങി നടക്കുകയായിരുന്നു. ഇവിടെ തന്നെ സമയം തികയുന്നില്ല മിസ്. അതെ അതെ. ഇല്ലേ, വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ക്ലാസ്സിന്റെ സ്ട്രെങ്ത് ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടല്ലോ, ഓരോ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ നോട്ട് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറഞ്ഞു തന്നെ? എല്ലാ ക്ലാസ്സിലും ഇങ്ങനെയൊക്കെ തന്നെയാണോ? കുറവാണോ കുട്ടികൾ? എത്ര കുട്ടികളുണ്ടായിരുന്നു ക്ലാസ്സില്? കുറച്ചു ദിവസമായിട്ട് അങ്ങനെയാണ്. എല്ലാവരും എന്തോ എനിക്ക് തോന്നുന്നു ലൈവ് ക്ലാസ് കാണുന്നില്ല, റെക്കോർഡഡ് കേൾക്കുന്നു തോന്നുന്നു. മിസ് കുറെ പേര് കേറി മിസ്. ടീച്ചറായിട്ട് കേറി, പ്രഫുല്ല കേറി മിസ്. പിന്നെ കുറച്ചു പേർക്ക് ഇതേപോലെ ജോലി കിട്ടി. ടീച്ചറായിട്ടാണോ ഏത് ഇതിലാണ് എനിക്ക് അറിഞ്ഞൂടാ. പ്രഫുല്ലക്ക് ടീച്ചറായിട്ടാണ്. പിന്നെ വേറെ ഓരോരുത്തർക്ക് കിട്ടിയായിരുന്നു ജോലി. അപ്പൊ അങ്ങനെയൊക്കെ പോയവരും ഉണ്ട് മിസ്. റെക്കോർഡ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈവ് കയറാൻ വന്നോണ്ട് ഇന്നത്തെ ക്ലാസ് വളരെ കുറവായിരിക്കും. ഇത്രയും പേരെങ്കിലും ഉള്ളവരെങ്കിലും. മിസ് ഒരു ദിവസം ലൈവ് ക്ലാസ് മിസ്സായല്ലോ, ശരിക്കും അത് മിസ്സിങ് അത് കയറുന്നവർക്കേ മനസ്സിലാവുള്ളൂ. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ട് ഇത് മിസ്സായി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര വിഷമം. പിറ്റേ ദിവസം റെക്കോർഡ് കാണുമ്പോഴും ഓരോന്ന് കേൾക്കുമ്പോ മിസ്സുമാർ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ഒക്കെ അയ്യോ ഞാൻ നമ്മൾ ഇന്ന് പറയൂല, പക്ഷെ പറയുമ്പോൾ ഓർക്കണം അയ്യോ ഇത് റെക്കോർഡഡ് ആണല്ലോ, പറയാനും പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു. പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കേൾക്കാമല്ലോ, ക്യാമറ ഓഫ് ചെയ്തിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. ഞാൻ ഇന്നലെ ഒരു ക്ലാസ് ഞാനത് ചോദിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പൊ നമ്മളെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമുക്ക് റെക്കോർഡ് അങ്ങനെ ഓൺ ആക്കാവോ? അല്ല റെക്കോർഡല്ല, ഓഡിയോ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഓഡിയോ ഓഫ് ചെയ്തിട്ട് ക്ലാസ്. ഓക്കെ മിസ്. ഞാൻ ചെയ്യാറുണ്ട് മിസ്സേ, കാരണം ക്ലാസ് മിസ്സാവണമെന്ന് കരുതിയിട്ട് ഒരു ദിവസം ജിഷ മിസ്സിന്റെ ക്ലാസ് ഞാൻ എന്നിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക, ഓൺ ആക്കിയിട്ട് വോയിസ് കേട്ടോണ്ടിരിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും കേൾക്കാലോ എന്ന് കരുതിയിട്ട്. കാരണം മിസ്സിങ് ഭയങ്കര പ്രശ്നം മിസ്സായി കഴിഞ്ഞാൽ. എന്തുകൊണ്ട് ആൾക്കാർ റെക്കോർഡിലേക്ക് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ ലൈവ് ക്ലാസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ലൈവ് ഇന്ററാക്ഷൻ നടക്കും, നമുക്ക് പഠിച്ചൊരു ഫീലിംഗ് കിട്ടും. ആൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ, ഷാരിമോളൊക്കെ എവിടെയായിരുന്നു? മിസ്സേ, ഞാനിപ്പോ ഒരു മാസമായിട്ടേ ഓഫീസിലിരുന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. മിസ് പറഞ്ഞ പോലെ ഓഡിയോയും വീഡിയോയും ഓഫ് ആക്കി വെച്ചിട്ട് ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ് ഞങ്ങൾക്ക്. 1:30 to 2:30 ആണ് ലഞ്ച് ബ്രേക്ക്. അപ്പൊ ഞാൻ സെക്ഷനിൽ ഇരുന്നിട്ടാ കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും പറയണമെന്നും പാർട്ടിസിപ്പേറ്റ് ഞാൻ അതുവരെ നമുക്ക് ഒരു ബ്രേക്ക് എടുത്തേച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് വീണ്ടും റീജോയിൻ ചെയ്തായിരുന്നു മിസ്. ഇപ്പൊ ഓക്കെയാ, റീജോയിൻ ചെയ്തായിരുന്നു. വർക്കിന് പോരുന്നുണ്ട് ഓഫീസിൽ. അല്ല മിസ്സേ, ഞാൻ പറയായിരുന്നേ നമുക്ക് ക്ലാസ് മിസ്സിംഗ് ആണെങ്കിലേ എനിക്ക് തന്നെ ഇപ്പൊ 2 ക്ലാസ് ഈ അടുത്ത് കേൾക്കാനുണ്ട്. മിസ്സിന്റെ ഒരു ക്ലാസ് കുറച്ച് കേൾക്കാനുണ്ട്, പിന്നെ വേറൊരു മിസ്സിന്റെ ഒരു ക്ലാസ് കേൾക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡെയിലി നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പോ 1-2 ക്ലാസ് മിസ്സിംഗ് ആണെങ്കിലേ ആകെ പെൻഡിങ് പോലെയാ, ഒരുപാട് വർക്ക് പെൻഡിങ് പോലെ തോന്നണേ. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ് മിസ്സിംഗ് ആകുമ്പോഴേ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയാ. എന്തുകൊണ്ടാന്ന് അറിയില്ല, കുറെ പേര് ജോലിക്ക് കയറിയെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാന്ന് തോന്നുന്നു വരുന്നേ. അതുകൊണ്ടായിരിക്കും. കുഴപ്പമില്ല, ഓരോരുത്തരുടെ തിരക്കനുസരിച്ചിട്ടല്ലേ, നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഇഷ്ടമുള്ള പോലെ കയറട്ടെ. ഓക്കെ. അപ്പൊ നമ്മളുടെ അങ്ങനെ ഇന്നൊരു ദിവസം ഇന്നൊരു വീട് അങ്ങനെ കഴിഞ്ഞു. അനുമോള് പോയോ? അനുമോൾക്ക് നെറ്റ് ഇഷ്യൂ ഉണ്ട് മിസ്. ഇന്ന് തന്നെ ഡാൻസ് കളിക്കാൻ പറ്റുമോന്ന് പേടിയിലായിരുന്നു. രാവിലെ 6 മണിക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അയ്യോ എനിക്ക് ഇന്ന് കറണ്ട് ഇല്ല, ഞാൻ എന്ത് ചെയ്യും? ഡാൻസ് ആഗ്രഹം ഉണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര. അയ്യോ മിസ്, സത്യം പറയാം മിസ്, അനുമോളുടെ കാര്യം പറയാം. അപ്പുറത്തെ വീട്ടിൽ പോയി കേക്കോന്ന് അറിഞ്ഞൂടാ, അപ്പുറത്തെ വീട്ടിൽ പോയി മൊബൈൽ ചാർജ് ചെയ്ത്, അവള് കറണ്ട് ഇല്ലായിരുന്നു അവർക്ക്. അപ്പൊ അവിടെ പോയി ചാർജ് ചെയ്തിട്ടാണ് ആളിപ്പോ ഇവിടെ പരിപാടി ചെയ്തത്, അപ്പുറത്തെ വീട്ടിൽ പോയിട്ട്. അപ്പം അവൾ അത്രയും ഇതായിട്ടാണ് എടുക്കുന്നത് മിസ്. എല്ലാവരും ഒന്നിനൊന്ന് വെച്ചാൽ മതി. മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാത്തവരും ഉദ്ദേശിച്ചിട്ടുണ്ട് കേട്ടോ. ഇല്ല അതെ. അപ്പൊ ഇന്ന് വൈൻഡപ്പ് ചെയ്താലോ? മിസ്സേ, ക്ലാസ് മിസ് ഒന്ന് കരുതിയിട്ടാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ കുറെ പരിപാടികൾ പ്ലാൻ ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്തു. മിസ് പെട്ടെന്ന് ക്ലാസ്സിന്റെ ഇടയിൽ കൂടെ വന്ന് പറഞ്ഞല്ലോ ഒരു 5-6 പരിപാടി എന്ന് ഉദ്ദേശിച്ചല്ലോ. അപ്പൊ ഡിലേ ക്ലാസ് പോർഷൻസ് തീർക്കണം ഇപ്പൊ എല്ലാ മിസ്സുമാരും കരുതുന്നുണ്ട് വേഗം. അപ്പൊ നമ്മളായിട്ട് ഡിലേ വരുത്തണ്ട. അപ്പൊ ഈ ചിൽഡ്രൻസ് ഡേ സ്പെഷ്യൽ ആയിട്ട് ചെറിയൊരു പാട്ട് എന്റെ ഭാഗത്തുനിന്നും പാടാം. മിസ് കറണ്ട് ഇല്ല മിസ് എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോള്. ചിൽഡ്രൻസ് ഡേയുടെ സ്പെഷ്യൽ ആയിട്ട് ഏത് പാട്ടാണ് മിസ്?
സ്പെഷ്യൽ ആയിട്ടെന്ന് പറയാനായിട്ടുണ്ട്. ചെറിയ സങ്കടമുള്ള പാട്ടാണ്, എന്നാലും കേൾക്കാൻ രസമാണ്. കാറ്റാടിത്തണലും പാടിയ ചിൽഡ്രൻസ് ആവൂല അല്ലേ? എന്താണ്? വേണ്ട മിസ്, അത് കോൺവെക്കേഷന് വേണം. കൈമാറിയോ പാടാത്ത പാട്ടിന്റെ കാറ്റിന്റെ കുഞ്ഞാടുകൾ കൂട്ടായിരം ഇടയന്റെ മനമാണ് ഈ എങ്ങോ പിറന്നു പണ്ടിളം മൂളം പറയാം ഈ തുള്ളാം സുരവി അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. സൂപ്പർ അടിപൊളി. നല്ല രസമുണ്ടായിരുന്നു. പാട്ട് തപ്പിച്ചത് മാത്രമാണ് കിട്ടിയത്. സൂപ്പർ മിസ്, അടിപൊളി. ഇനി വേണമെങ്കിൽ പാടായിരുന്നു ഫ്യൂഷനായിട്ട് മിസ്സിന്. എപ്പോ വേണമെങ്കിലും പാട്ട് ഡാൻസ് ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഇപ്പൊ എല്ലാവർക്കും, നിങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ കേട്ടോ. ഓക്കെ, താങ്ക് യു മിസ്. ഹാപ്പി ചിൽഡ്രൻസ് ഡേ. Thank you, ma'am. താങ്ക് Same യു. to you. താങ്ക് യു മാം. ഹാപ്പി